കേരളത്തിൽ ജൂൺ മാസത്തിലെ മഴ ദീർഘകാലാടിസ്ഥാനത്തിൽ വർഷം തോറും കുറയുന്നു. ശരാശരി 1.4 മില്ലിമീറ്റർ വീതം മഴ കുറഞ്ഞു വരുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. എൽ നിനോ പ്രതിഭാസമാണ് മഴക്കുറവിന് പ്രധാന കാരണം. സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ മഴ ദീർഘകാലാടിസ്ഥാനത്തിൽ വർഷം തോറും കുറഞ്ഞു വരുന്നതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ശരാശരി 1.4 മില്ലിമീറ്റർ വീതം മഴ കുറയുന്നുവെന്നാണ് വിവരം. ജൂൺ മാസം രാജ്യത്ത് 40% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. മധ്യകിഴക്കൻ ഉഷ്ണമേഖലാ പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനില ഉയരുന്നതിലൂടെ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ 34% മഴക്കുറവ് ദീർഘകാല പ്രവണതയുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ. 126 വർഷത്തെ IMDയുടെ കണക്കുകൾ പ്രകാരം 1.4 മില്ലിമീറ്റർ വീതം മഴയാണ് കേരളത്തിൽ ജൂൺ മാസങ്ങളിലായി കുറഞ്ഞു വരുന്നത്. ജൂൺ മാസത്തിലെ ശരാശരി മഴ ഏകദേശം 175 മില്ലിമീറ്റർ കുറഞ്ഞിട്ടുണ്ട്. ദീർഘകാല ശരാശരിയായ 648.3 മില്ലിമീറ്ററിൽ നിന്ന് മഴയുടെ അളവ് ഗണ്യമായി ഇടിഞ്ഞതായി രേഖകൾ വ്യക്തമാക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിൽ കേരളത്തിൽ ജൂൺ മാസത്തിൽ സാധാരണയായി 600 മുതൽ 800 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചിരുന്നു. എന്നാൽ 1960കളോടെ ജൂൺ മാസത്തിലെ മഴ സ്ഥിരമായി 600 മില്ലിമീറ്ററിൽ താഴെയായിട്ടുണ്ട്. 751.5 മില്ലിമീറ്റർ മഴയാണ് 2018ലെ പ്രളയത്തിന് മുൻപ് കേരളത്തിൽ ജൂണിൽ ലഭിച്ചിരുന്നത്. ആ വർഷം 620.4 മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അതിനുശേഷം 2025ൽ മാത്രമാണ് 600 മില്ലിമീറ്ററിലധികം മഴ ജൂണിൽ ലഭിച്ചത്. 2013ലായിരുന്നു കഴിഞ്ഞ 30 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ജൂൺ മഴ ലഭിച്ചത്. 1042.7 മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത്. 2023ലായിരുന്നു ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. അന്ന് ജൂൺ മഴ വെറും 259.4 മില്ലിമീറ്റർ മാത്രമാണ് രേഖപ്പെടുത്തിയത്. മഴയിലുണ്ടാകുന്ന ഈ കുറവ് ദീർഘകാല കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണെന്നും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കാരണമുണ്ടാകുന്ന ആഗോളതാപനമാണ് ഇതിന് പ്രധാന കാരണമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ആഗോളതാപനം കേരളത്തിലെ മഴയുടെ സ്വഭാവം തന്നെ മാറ്റിയിരിക്കുകയാണ്. മാറുന്ന മഴയുടെ സ്വഭാവത്തിനനുസരിച്ച് കൃഷിരീതികളും ഭക്ഷ്യസുരക്ഷാ ആസൂത്രണവും പരിഷ്കരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കാർഷിക കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.